നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഗൾഫ് രാജ്യങ്ങളിൽ ശനിയാഴ്ച റംസാൻ വ്രതാരംഭം. കേരളത്തിൽ നേതൃമാറ്റമില്ല. ഹൈക്കമാൻഡ് യോഗത്തിൽ വികാരാധീനനായി സുധാകരൻ. തോമസ് കെ തോമസ് NCP അധ്യക്ഷൻ. സുരേഷ് ബാബുവും രാജൻ മാസ്റ്ററും വർക്കിംഗ് പ്രസിഡന്റുമാർ. നേപ്പാളിൽ ഭൂചലനം. ബംഗാൾ, സിക്കിം, ബീഹാർ സംസ്ഥാനങ്ങളിൽ പ്രകമ്പനം. ഉത്തരാഖണ്ഡിൽ വൻ ഹിമപാതം. 47 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. ക്യാമ്പസിന് സമീപം പുലി. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ പുലി. രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നേപ്പാളിലെ കാഠ്മണ്ഡു താഴ്വരയിൽ വെള്ളിയാഴ്ച പുലർച്ചെ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു. പശ്ചിമ ബംഗാൾ, സിക്കിം, ബീഹാർ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രകമ്പനം ഉണ്ടായി. പ്രഭവ കേന്ദ്രം നേപ്പാളിലെ സിന്ധുപാൽ ചൗക്ക് ജില്ലയിലാണ്. ഭൂകമ്പത്തിൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. നേപ്പാളിലെ ദേശീയ ഭൂകമ്പ നിരീക്ഷണ ഗവേഷണ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് ഭൂകമ്പം 6.1 തീവ്രതയിലായിരുന്നു. എന്നാൽ ജർമ്മൻ ഗവേഷണ കേന്ദ്രം ഫോർ ജിയോസെൻസ് ഭൂകമ്പത്തിന്റെ തീവ്രത 5.6 ആയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയും US ജിയോളജിക്കൽ സർവേയും ഇത് 5.5 ആയി രേഖപ്പെടുത്തി. 10 കിലോമീറ്ററിൽ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം. രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ മരണങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പ്രഭവ കേന്ദ്രത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ലെന്നും നേപ്പാൾ പോലീസ് DIG ദിനേശ് കുമാർ ആചാര്യ വാർത്താ ഏജൻസിയായ ANA പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ ശനിയാഴ്ച റംസാൻ വ്രതാരംഭം. സൗദി അറേബ്യ, ഒമാൻ, UAE, ഖത്തർ എന്നിവിടങ്ങളിലാണ് നാളെ റംസാൻ ആരംഭിക്കുക. മാസപ്പിറവി കണ്ടതായി ഈ ഗൾഫ് രാജ്യങ്ങൾ സ്ഥിരീകരിച്ചു. അതേസമയം കേരളത്തിൽ ശനിയാഴ്ച മാസപ്പിറവി ദൃശ്യമായാൽ ഞായറാഴ്ച റംസാൻ ആരംഭിക്കും. അല്ലാത്തപക്ഷം തിങ്കളാഴ്ചയായിരിക്കും റംസാൻ 1. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ഹൈക്കമാൻഡ് ചർച്ച അവസാനിച്ചു. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സമ്പൂർണ്ണ ഐക്യം വേണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ലെന്നും ഹൈക്കമാൻഡ് പൂർണ്ണ നിരീക്ഷണം നടത്തുമെന്നും യോഗത്തിൽ നേതൃത്വം വ്യക്തമാക്കി. KPCC അധ്യക്ഷനെ മാറ്റുന്ന കാര്യം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായില്ല. നേതൃമാറ്റം ചർച്ചയായില്ല. സുധാകരൻ തന്നെ KPCC അധ്യക്ഷനായി തൽക്കാലം തുടരും. KPCC തലത്തിൽ പുനഃസംഘടന ഉടനുണ്ടാകില്ല. പരാതിയുള്ള DCCകളിൽ മാത്രം പുനഃസംഘടന നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. തനിക്കും VD സതീശനും ഇടയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് KPCC അധ്യക്ഷൻ സുധാകരൻ യോഗത്തിൽ പറഞ്ഞു. എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കിയതെന്ന് സുധാകരൻ യോഗത്തിൽ പറഞ്ഞു. യോഗത്തിൽ വികാരാധീനനായാണ് സുധാകരൻ സംസാരിച്ചത്. നേതൃതലത്തിൽ തന്നെ ഒറ്റപ്പെടുത്താൻ നീക്കം നടത്തുന്നുവെന്നും താൻ ദുർബലനായെന്ന പ്രചാരണത്തെ ആരും പ്രതിരോധിച്ചില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന പ്രചാരണത്തെ ശരിവയ്ക്കും വിധം ചില നേതാക്കൾ മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണം നടത്തിയെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടി ഐക്യം തകർക്കും വിധം ഒരു പ്രസ്താവനയോ നീക്കമോ തന്നിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നും സുധാകരൻ യോഗത്തിൽ പറഞ്ഞു. പാർട്ടിയുടെ കൂടെ നിൽക്കുമെന്ന് ശശി തരൂർ യോഗത്തിൽ അറിയിച്ചു. പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് ശശി തരൂർ യോഗത്തിൽ അറിയിച്ചു. അനാവശ്യ വിവാദങ്ങൾ പാർട്ടിയെ ബാധിക്കുന്നുവെന്നാണ് തനിക്ക് കിട്ടിയ റിപ്പോർട്ടെന്ന് രാഹുൽ ഗാന്ധി യോഗത്തിൽ പറഞ്ഞു. കേരളത്തിൽ ജനപക്ഷത്തുനിന്ന് പാർട്ടി വിഷയങ്ങൾ ഏറ്റെടുക്കണം. കേരളത്തിലെ പാർട്ടിയുടെ വിജയം ഇന്ത്യയാകെയുള്ള പ്രവർത്തകർ ഉറ്റുനോക്കുന്നുവെന്നും നിർണായകമാണെന്നും രാഹുൽ ഗാന്ധി യോഗത്തിൽ പറഞ്ഞു. കുട്ടനാട് MLA തോമസ് കെ തോമസിനെ NCP ശരത് പവാർ വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറാണ് പ്രഖ്യാപനം നടത്തിയത്. PM സുരേഷ് ബാബുവിനെയും PK രാജൻ മാസ്റ്ററെയും വർക്കിംഗ് പ്രസിഡന്റുമാരായും തിരഞ്ഞെടുത്തു. PC ചാക്കോ രാജിവെച്ചതോടെയാണ് തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ മുംബൈയിൽ ചേർന്ന യോഗത്തിൽ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന കൗൺസിൽ യോഗം വിളിപ്പിച്ച് ചാക്കോയെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കാനുള്ള പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു ശശീന്ദ്രൻ വിഭാഗം. അതിനായി അവർ ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ചാക്കോ അപ്രതീക്ഷിതമായി രാജി സമർപ്പിച്ചത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള ചാക്കോയുടെ നീക്കങ്ങളാണ് അദ്ദേഹത്തിനു തന്നെ
ചാക്കോയ്ക്ക് പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായി. ഒടുവിൽ നിലനിൽപ്പിനായി തോമസ് കെ തോമസും ശശീന്ദ്രൻ വിഭാഗത്തിനൊപ്പം ചേർന്നതോടെ കോൺഗ്രസിൽ നിന്നെത്തിയ ചാക്കോ പാർട്ടിയിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച തലശ്ശേരിയിൽ. കേരളത്തിലെ 9 തീരദേശ ജില്ലകളിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഇന്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാർച്ച് 1 ശനിയാഴ്ച രാവിലെ 10 തലശ്ശേരിയിലെ കോടിയേരി സ്മാരക നഗരസഭ ടൗൺ ഹാളിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. ചാലിൽ ഗോപാലപേട്ട ഫിഷ് മാർക്കറ്റ് നിർമ്മാണ ഉദ്ഘാടനം ഐസ് ബോക്സ് വിതരണവും ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. NFDP രജിസ്ട്രേഷൻ ക്യാമ്പ് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ അധ്യക്ഷനാകും. തലശ്ശേരി നഗരസഭ അധ്യക്ഷ ജമുന റാണി ടീച്ചർ, കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സെക്രട്ടറി ഡോക്ടർ അഭിലേഷ് ലിക്കി, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്നിവർ വിശിഷ്ട അതിഥികളാകും. തീരദേശ മത്സ്യഗ്രാമങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സമഗ്ര പുരോഗതിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കണ്ണൂർ ജില്ലയിൽ ചാലിൽ ഗോപാലപേട്ട മത്സ്യഗ്രാമം, ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴ മത്സ്യഗ്രാമം, എറണാകുളം ജില്ലയിൽ ചെല്ലാനം, നയരമ്പലം മത്സ്യഗ്രാമങ്ങൾ, തൃശൂർ ജില്ലയിൽ എടക്കുഴിയിൽ മത്സ്യഗ്രാമം, മലപ്പുറം ജില്ലയിൽ പൊന്നാനി, താനൂർ മത്സ്യഗ്രാമങ്ങൾ, കോഴിക്കോട് ജില്ലയിൽ ചാലിയം മത്സ്യഗ്രാമം, കാസർഗോഡ് ജില്ലയിൽ ഷിറിയ മത്സ്യഗ്രാമം എന്നീ 9 തീരദേശ മത്സ്യഗ്രാമങ്ങളിലാണ് നിലവിൽ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. തെയ്യം ഗാലറി ഉദ്ഘാടനം ഞായറാഴ്ച. കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനത്ത് PK കാളൻ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ തെയ്യം ഗാലറി മാർച്ച് 2 രാവിലെ 11 രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. 4.5 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്കു ശേഷം ചിറക്കൽ കോവിലകത്ത് അരങ്ങേറിയ പെരുങ്കളിയാട്ടത്തിന്റെ ദൃശ്യാനുഭവം പങ്കുവെക്കുന്നതാണ് തെയ്യം ഗാലറി. കേരള കാർഷിക സർവകലാശാലയുടെ സഹകരണത്തോടെ 100 തെയ്യക്കാവുകളിലേക്ക് സമർപ്പിക്കുന്ന 5000 കമുകിൻ തൈകളുടെ വിതരണ ഉദ്ഘാടനം KV സുമേഷ് MLA നിർവഹിക്കും. അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനാകും. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ V വെങ്കിടേഷ സുബ്രഹ്മണ്യൻ മുഖ്യ അതിഥിയാകും. കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ P ജയരാജ് കമുക് കൃഷിയുടെ ശാസ്ത്രീയ രീതി എന്ന വിഷയത്തിൽ അവതരണം നടത്തും. ഉത്തരാഖണ്ഡിൽ വൻ ഹിമപാതമുണ്ടായത് ഉത്തരാഖണ്ഡിൽ ഇന്ത്യ ചൈന അതിർത്തി മേഖലയിലെ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിന് സമീപമാണ്. ഹിമപാതത്തിൽ 57 തൊഴിലാളികളാണ് കുടുങ്ങിയത്. രക്ഷാപ്രവർത്തനത്തിൽ 16 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയതായാണ് വിവരം. നിലവിൽ 41 തൊഴിലാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. മഞ്ഞിടിഞ്ഞു വീണത് BRSന്റെ ക്യാമ്പുകൾക്ക് മുകളിലേക്കാണ്. ക്യാമ്പുകളിലെ കണ്ടെയ്നർ ഹോമുകൾക്കുള്ളിലാണ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. വലിയ തോതിൽ മഞ്ഞ് നീക്കം ചെയ്താൽ മാത്രമേ തൊഴിലാളികളെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ മഞ്ഞിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഹിമപാതമുണ്ടായത് ബദ്രിനാഥിന്റെ അപ്പുറത്തുള്ള മാന എന്ന ഗ്രാമത്തിലാണ്. റോഡ് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളാണ് കുടുങ്ങിയത്. ഹിമപാതത്തിനെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. SBRF NDRF സംഘങ്ങൾക്കൊപ്പം സൈന്യവും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രംഗത്തിറങ്ങി. CPM സംസ്ഥാന സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടക്കാനിരിക്കുന്ന CPM സംസ്ഥാന സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഒറ്റക്കെട്ടായി സമ്മേളനത്തിലേക്ക് പാർട്ടി നീങ്ങുകയാണ്. ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയാണ് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായതെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. 3ാം LDF സർക്കാരിന്റെ ദിശാബോധം നിശ്ചയിക്കുന്ന കാഴ്ചപ്പാടുകൾ ചർച്ചയിലൂടെ ഉയർന്നു വരുമെന്നും കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് വർദ്ധിച്ചു. ഒരു ഭാഗത്ത് BJPയുമായും മറുഭാഗത്ത് SDPയുമായും കോൺഗ്രസ് കൂട്ടുകൂടുന്നു. കടൽ ഖനനത്തിൽ ഇടതുപക്ഷ സർക്കാർ തെറ്റായ നടപടി സ്വീകരിക്കുന്നു
എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. ആശാവർക്കർമാർ ശത്രുക്കളല്ല, എന്നാൽ സമരവും സമരത്തിന് നേതൃത്വം നൽകുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിലെ 3 റോഡുകളുടെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലത്തിലെ 3 റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കീഴറ കാരക്കുന്ന് റോഡ്, കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഉദയബാലൻമുക്ക് റോഡ്, മാടായി പഞ്ചായത്തിലെ ഏരിപ്രം സുനാമി ഫ്ലാറ്റ് റോഡ് എന്നീ റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് നടത്തിയത്. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കീഴറ കാരക്കുന്ന് റോഡ് നവീകരണ പ്രവൃത്തിക്ക് ഫ്ലഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 550 മീറ്റർ ഭാഗം റീടാറിങ്ങും ഇരുഭാഗവും 85 മീറ്റർ ഷോൾഡർ കോൺക്രീറ്റുമാണ് നടത്തുക. കീഴറയിൽ നടന്ന പരിപാടിയിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഗണേശൻ അധ്യക്ഷനായി. വാർഡംഗം P വിദ്യ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, N ശ്രീധരൻ, KV രാമകൃഷ്ണൻ, TK ദിവാകരൻ, വാർഡ് വികസന സമിതി കൺവീനർ NP ദിനേശൻ എന്നിവർ സംസാരിച്ചു. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഉദയബാലൻമുക്ക് റോഡ് പ്രവൃത്തിക്ക് ഫ്ലഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന 10 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. 483 മീറ്റർ ഭാഗം 3 മീറ്റർ വീതിയിൽ ടാറിംഗ് ചെയ്ത് നവീകരിച്ച് ഇരുഭാഗവും 70 മീറ്റർ നീളത്തിൽ ഷോൾഡർ കോൺക്രീറ്റ് നടത്തും. ബാലൻമുക്കിൽ നടന്ന പരിപാടിയിൽ കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് TT ബാലകൃഷ്ണൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് C നിഷ, സ്ഥിരം സമിതി അധ്യക്ഷൻ E മോഹനൻ, വാർഡ് അംഗങ്ങളായ K ബാലകൃഷ്ണൻ, C പുഷ്പവല്ലി, പഞ്ചായത്ത് വികസന സമിതി അംഗം MC റമിൽ, NV ദാസൻ എന്നിവർ സംസാരിച്ചു. മാടായി പഞ്ചായത്തിലെ ഏരിപ്രം സുനാമി ഫ്ലാറ്റ് റോഡ് പ്രവൃത്തിക്കായി MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 6.5 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 3 മീറ്റർ വീതിയിൽ 132 മീറ്റർ നീളം ടാറിംഗ് ചെയ്ത് നവീകരിക്കുകയും 17 മീറ്റർ ഭാഗം 3 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് പ്രവൃത്തിയുമാണ് നടത്തുക. ഏരിപ്രത്ത് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സമദ് ചൂട്ടാട് അധ്യക്ഷനായി. മാടായി വില്ലേജ് ഓഫീസർ PP സുരേഷ്, ജോയ് ചൂട്ടാട്, PV വേണുഗോപാൽ, മുജീബ് റഹ്മാൻ, T നുഫൽ എന്നിവർ സംസാരിച്ചു. KT സുധാകരൻ മാസ്റ്റർ അനുസ്മരണം നാളെ. കൂടാളി ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകനും കൂടാളിയിലെ ശാസ്ത്ര സാമൂഹ്യ രംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയുമായ KT സുധാകരനെ അനുസ്മരിക്കുന്നു. കൂടാളി പൊതുജന വായനശാല നേതൃത്വത്തിൽ വൈകിട്ട് 5-ന് കൂടാളി പൊതുജന വായനശാല ഹാളിലാണ് അനുസ്മരണം. കാസർകോട്ടെ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. ക്യാമ്പസിന് സമീപം പുലിയെ കണ്ടതിനെ തുടർന്നാണ് നടപടി. രാത്രി 8 മുതൽ രാവിലെ 7 വരെ വിദ്യാർത്ഥികളോട് പുറത്തിറങ്ങരുതെന്നാണ് സർവകലാശാല രജിസ്ട്രാർ പുറപ്പെടുവിച്ച ഉത്തരവിലുള്ളത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അതിരാവിലെയുള്ള പ്രഭാതി സവാരികളടക്കം നിയന്ത്രണമുണ്ട്. ക്യാമ്പസിന് സമീപമുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടത്. പുലി ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ DFOയുടെ നിർദ്ദേശത്തെ തുടർന്ന് സർവകലാശാല രജിസ്ട്രാർ ഉത്തരവിറക്കിയത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.